സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ പപ്പ, മമ്മി, ചേട്ടൻ, ചേച്ചി, ചേട്ടായി, ചേച്ചിയുടെ 3 പിള്ളേര്, എൻ്റെ ഫ്രണ്ടിന്റെ 4 അക്കൗണ്ട്, പിന്നെ എൻ്റെ 2 അക്കൗണ്ട്, പിന്നെ എൻ്റെ വേറെ 2-3 കോളേജിലെ ഫ്രണ്ട്സ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹായ്. ഇനി ഈ കൂട്ടത്തിലല്ലാതെ നിങ്ങൾ ആരെങ്കിലും കാണുവാണെങ്കിൽ അവർക്കും ഹായ്. സോ ഇന്ന് ഞാൻ സെയിൻസ്ബറിയിൽ ഷോപ്പിങ്ങിന് പോവാണ്. ജസ്റ്റ് എൻ്റെ വീക്ക്ലി ഷോപ്പിംഗ്. ഞാൻ എല്ലാ ആഴ്ച ഒരു ദിവസം ഷോപ്പിങ്ങിന് വേണ്ടി ഇത് ചെയ്യും. അപ്പോഴത്തേക്കും ഇതെൻ്റെ ഒരു വീക്ക്ലി ഒരു റിച്വലാണ്. ഞാൻ എല്ലാ ദിവസവും എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം ഞാൻ ഇന്ന് ഷോപ്പിങ്ങിന് പോവാം. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ UK ഉള്ളവർക്കാണെങ്കിൽ ഇത് ഡെയിലി വീക്ക്ലി എല്ലാ ദിവസവും പോകുന്നതാണ്. പക്ഷെ നിങ്ങൾക്കിപ്പോൾ പുറത്തൊരാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്പോഷർ കിട്ടാൻ വേണ്ടി. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഷോപ്പിംഗ്. നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഞാൻ വലിയ ബാഗുമായി ഷോപ്പിങ്ങിന് വരുന്നത്. ഇതിന്റെ പിന്നിൽ UK സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു കുട്ടിയുടെ കഥയാണ് ഗൈസ്. കഥ എനിക്കത് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിക്കുമായിരുന്നു, എൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വരുമോ. അപ്പോൾ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കിടക്കുന്നതുകൊണ്ട് ആരും വരില്ലായിരുന്നു ഗൈസ്. അപ്പം ഞാൻ പിന്നെ സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകുമ്പം എൻ്റെ കയ്യിൽ നിന്ന് വീണ് പാലൊക്കെ പൊട്ടുകയും അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ നേരം ഇരുന്ന് ചിന്തിച്ചു, എന്തുകൊണ്ടായിരിക്കും സില്ലുവിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ആ പാലൊക്കെ വീണ് പൊട്ടിയതിന് കാരണം എന്തായിരിക്കും? നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സ് ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല, നല്ലൊരു വലിയ ബാഗ് കൊണ്ടുവന്നിട്ടാണ്. സോ അന്ന് തൊട്ട് ഞാൻ എപ്പോൾ ഷോപ്പിങ്ങിന് പോയാലും ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു വലിയ ബാഗ് കൊണ്ടുവരും. UKയിലെ ജീവിതം, ഞാൻ പച്ചയായ ജീവിതം എൻ്റെ കൂട്ടുകാരി ഞാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എൻ്റെ കൂട്ടുകാരി എങ്ങനെയൊക്കെയോ UK വന്നു. സോ അവളെ ആ ഒരു പച്ചയായ ജീവിതം പഠിപ്പിക്കാനാണ്. അപ്പം അതിനുവേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്വന്തമായി ഷോപ്പ് ചെയ്യുക. സ്വന്തമായി ഷോപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് വിമൻ്റെ ലക്ഷണമാണ്. നമുക്ക് വേറൊരാളെ ആവശ്യമില്ലാതെ സ്വന്തമായി ഷോപ്പ് ചെയ്യുക. സോ ലെറ്റ്സ് ഷോപ്പ് ഇൻഡിപെൻഡൻറ്റ് വിമൻ. ആദ്യം എടുക്കേണ്ടത് ട്രോളിയാണ്. ആൻഡ് വീലുള്ള ട്രോളി എടുക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് ലോക്ക്ഡ്. സോ സോറി, സാരമില്ല, എൻ്റെ ക്യാമറമാൻ ഒന്ന് ചുമക്കേണ്ടി വന്നു. സോറി, ക്യാമറ വിമന് അല്ല, സ്ട്രോങ് ഇൻഡിപെൻഡൻറ്റ് വിമൻസ്. ഓക്കെ, എൻ്റെ ക്യാമറ വുമനിൽ ഒന്ന് ചുമക്കേണ്ടി വന്നു. സോ ഞാൻ എങ്ങനെയാണ് ഈ ട്രോളി എടുക്കേണ്ടതെന്ന് കാണിക്കാം ഗൈസ്. നമുക്ക് ഈ ട്രോളി ലോക്ക്ഡ് ആണ്. നമുക്ക് 1 പൗണ്ടിൻ്റെ കോയിൻ വേണം. 1 പൗണ്ട് ആയിരുന്നു. സോ അത് യൂസ് ചെയ്തിട്ട് കാണിച്ചുതരാം. ഇവിടെ വെക്കുക. അപ്പം ഇത് വരുമ്പം വെക്കാം. ഗായ്സ്, നമ്മൾ സെയിൻസ്ബറിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സെയിൻസ്ബറിയിൽ നമുക്ക് ലോയൽറ്റി സ്കീംസും ലോയൽറ്റി കാർഡ്സും ഉണ്ട്. സോ സെയിൻസ്ബറിയുടേത് നെക്ടറാണ്. സോ നിങ്ങൾക്ക് നെക്ടർ കാർഡ് ഉണ്ടെങ്കിൽ സെയിൻസ്ബറിയിൽ നമുക്ക് കുറച്ച് നമുക്ക് ഓഫറൊക്കെ കിട്ടും. സോ അതിന് പിന്നെ ഇവിടെ കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് അങ്ങനത്തെ ഇതൊക്കെയുണ്ട്. സോ നമ്മളെപ്പോഴും ആദ്യം നെക്ടർ കാർഡ് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹാൻഡ്സെറ്റ് എടുക്കണം. ഇന്ത്യയിൽ ഹാൻഡ്സെറ്റ് എടുക്കും. ഭാഗ്യത്തിന് കിട്ടി. ഓക്കെ, സോ നമ്മൾ ഹാൻഡ്സെറ്റ് എടുത്തിട്ട് നമ്മൾ നെക്ടർ കാർഡ് നമ്മൾ സ്കാൻ ചെയ്ത് യൂസ് ചെയ്യണം. സോ അതാണ് നമ്മൾ യൂഷ്വലി സെയിൻസ്ബറി വരുമ്പോൾ ചെയ്യുന്നത്. സോ സെയിൻസ്ബറി നെക്ടർ എടുക്കുക. നമുക്ക് ഇത് വെച്ച് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ലൈക്ക് ഈ ഒരു സെയിൻസ്ബറി വരുമ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു സ്ട്രോങ് ഇൻഡിപെൻഡൻറ്റ് വിമൻ്റെ ലക്ഷണമാണ് ഫ്ലവേഴ്സ് മേടിക്കുക. മൈലി സൈറസ് പറഞ്ഞ പോലെ ഐ ക്യാൻ ബൈ മൈ സെൽഫ് ഫ്ലവേഴ്സ്. എന്നിട്ട് ഒന്ന് നോക്കുമ്പോൾ വി ഹാവ് ലില്ലീസ്, സൺഫ്ലവർ, പിന്നെ വേറെ എന്തൊക്കെയോ ഫ്ലവേഴ്സ് ഉണ്ട്. എല്ലാത്തിനും ഇച്ചിരി റേറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ മേടിക്കുന്നില്ല. ഈ സെയിൻസ്ബറിയിലാണെങ്കിൽ നമുക്ക് ഡ്രസ്സിങ് ക്ലോത്തിങ് സെക്ഷനും ഉണ്ട്. സോ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. നമ്മളിവിടെയല്ല ഷോപ്പ് ചെയ്യുന്നത്. അവിടെ ലൈക്ക് റെഡ്യൂസ്ഡ് പ്രൈസിനൊരു സംഭവമുണ്ട്. നമുക്ക് അവിടെയാണ് ഷോപ്പ് ചെയ്യുന്നത്. സോ നമുക്ക് അങ്ങോട്ട് പോകാം. ഇത് കൊള്ളാമല്ലേ? ചീനിക്കാം വെച്ചില്ല, വെക്കട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞ ക്ലിയറൻസ് സെയിൽ. ഇവിടെ നമുക്ക് എല്ലാ ഡ്രസ്സും അത്യാവശ്യം ലൈക്ക് ഓഫറിന് കിട്ടും. ഞാൻ
ഗൈസ് ഇതാണ് മറ്റേ ക്ലിയറൻസ് സെയിൽ. ഇവിടെയാണ് നമുക്ക് എല്ലാ സംഭവങ്ങളിലേക്ക് ഒരു 50% അല്ലെങ്കിൽ 60% ഓഫറിന് കിട്ടും. അതും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. സോ ഇവിടെ ഞാൻ വന്ന് വാങ്ങി നോക്കാറുണ്ട്, ഡ്രസ്സൊന്നും മേടിക്കാറില്ല. ബിക്കോസ് ഐ എം എ ഷീൻ ഗേൾ. യൂഷ്വലി എനിക്ക് ഇവിടെ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് ഷീനിൽ അപ്ലോഡ് ചെയ്തിട്ട് 5 പൗണ്ടിന് മേടിക്കും. സോ ജസ്റ്റ് ഫോർ റിസർച്ച് പർപ്പസ്. ഇവിടെയൊക്കെ നമ്മൾ വരുന്നത് ജസ്റ്റ് ഫോർ റിസർച്ച് പർപ്പസ്. UK വന്നിട്ട് എൻ്റെ ഫേവറേറ്റ് ഹോബി എന്താണെന്നറിയോ? എനിക്കറിയാൻ മേല ഇത് വേറെ ആരെങ്കിലും ഇതിന് ചെയ്യുമെന്ന്. പക്ഷേ ഇങ്ങനെ റാൻഡം ആയിട്ടുള്ള ഇങ്ങനെ കാർഡ്സിൻ്റെ സെക്ഷനിൽ വന്നിട്ട് ഓരോ കാർഡ്സ് നോക്കി അതിൻ്റെ അകത്ത് കോമഡി നോക്കി ചിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഇംഗ്ലീഷുകാർക്ക് ലൈക്ക് വെൻ ഇറ്റ് കംസ് ടു കാർഡ് അവരുടെ സെൻസ് ഓഫ് ഹ്യൂമർ ഭയങ്കര ഇതാണ്. നമ്മളൊക്കെ വെറും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതുന്നത്. ഇവരുടെ ഒരു കാർഡിലൊക്കെ ഓരോന്ന് കാണണം. ഇപ്പോഴാണ് നമ്മൾ ഓരോന്ന് വിചാരിക്കുന്നത്. ഇത് തന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ കാർഡാണ്. ഇതുപോലത്തെ കുറച്ചും കൂടെ കാർഡ് കാണിക്കാം കേട്ടോ. Juna, this is for you. Everyone has that one friend, and our friend ഞാനാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമുള്ള ഫസ്റ്റ് ഗീവ് ഞാൻ അനൗൺസ് ചെയ്യാണ്. സോ എൻ്റെ 20 സബ്സ്ക്രൈബേഴ്സാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതും ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പപ്പ, മമ്മി, ചേച്ചി, ചേട്ടൻ, ചേച്ചിയുടെ 3 പിള്ളേർ, നാത്തൂൻ, പിന്നെ ചേട്ടായി, പിന്നെ എൻ്റെ കൂട്ടുകാരുടെ 4 ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാരുടെ 4 അക്കൗണ്ട്, പിന്നെ എൻ്റെ കോളേജിൽ പഠിച്ച 2-3 ഫ്രണ്ട്സ്, പിന്നെ എൻ്റെ ഇപ്പോഴത്തെ വീട്ടിലുള്ള കുറച്ച് പേര്. സോ അങ്ങനെ 20 സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. സോ എൻ്റെ സബ്സ്ക്രൈബേഴ്സുള്ള ആരെങ്കിലും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെൻറ്റ് കമൻറ്റ് ചെയ്ത് നിങ്ങൾ അതിന് ഏറ്റവും കൂടുതൽ ലൈക്സ് കിട്ടുകയാണെങ്കിൽ യു ഗൈസ് വിൽ ഗെറ്റ് എ ഗീവ് അവേ. ഗീവ് അവേ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് യു ആർ എ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഈ കാർഡ് തരാനാണ്. സോ ഇതാണ് ഗീവ് അവേയുടെ ഇത്. ഞാനിത് മേടിക്കുന്നുണ്ട്. സോ ഡു കമൻറ്റ് ആൻഡ് ലെറ്റ് സി ആർക്കാണ് ഗീവ് അവേയുടെ. പിന്നെ ഈ ഗീവ് അവേ നിങ്ങൾ ഒട്ടും സംശയിക്കേണ്ട. ചിലപ്പോൾ എൻ്റെ വീട്ടിലുള്ള ആർക്കെങ്കിലും തന്നെയായിരിക്കും കിട്ടുന്നത്. ബട്ട് ഇത് സംശയിക്കരുത്. ഇത് വളരെ ഒത്തൻറ്റിക് ആയിട്ട് എടുത്ത ഗീവ് അവേ തന്നെയാണ്. എന്ത് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവരായിട്ട്. UK-യിൽ ഇപ്പോൾ എല്ലാവർക്കും വളരെയധികം അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഫാൻ. ആൻഡ് ദിസ് ഇസ് മൈ ഒൺലി ഫാൻ. എനിക്ക് UK-യിലുള്ള എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്താണെന്നറിയോ? പഴകിട്ടാത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ സെയിൽസ്ബറി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ആകെ കിട്ടുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് റോബസ്റ്റ പഴം. ഇപ്പം നാട്ടിലാണെങ്കിൽ നമുക്ക് ഞാനിപ്പഴമുണ്ട്, പാളയപ്പഴം പഴമുണ്ട്, ഈവൻ നേന്ത്രപ്പഴമുണ്ട്. നേന്ത്രപ്പഴം കഴിച്ചിട്ട് എത്രയായെന്നറിയോ ഗൈസ്? അതെ, റോബസ്റ്റ പഴം മാത്രമേ ഉള്ളൂ. കാക്കക്കാളി കണ്ടു, പപ്പായ കണ്ടു, പീച്ചസ് കണ്ടു, തേങ്ങ കണ്ടു, പിന്നെ എന്തായിരുന്നു ആപ്രിക്കോട്ട് കണ്ടു, പാഷൻ ഫ്രൂട്ട് കണ്ടു. ഇന്ന് കുറേ വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് കണ്ടു. സെയിൽസ്ബറി അത്യാവശ്യം ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ നമുക്ക് കുറച്ച് ടെക്നിക്കും കുറച്ച് ടിപ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സെയിൽസ്ബറിയിൽ നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പ് ചെയ്യാം. സോ എസ്പെഷ്യലി നിങ്ങളൊരു ഈവനിങ് ടൈമിൽ വരുവാണെങ്കിൽ അവർ ഈ ലൈക്ക് ബെസ്റ്റ് ബിഫോർ ഡേറ്റിൻ്റെ അടുത്തുള്ള സാധനങ്ങൾ അവർ റെഡ്യൂസ്ഡ് പ്രൈസിന് ഇത് ചെയ്യും. അതായത് കുറച്ചും കൂടെ പ്രൈസ് കുറവായിരിക്കും. എസ്പെഷ്യലി വെജീസ് അങ്ങനെ ഇതൊക്കെ. വെജീസ് ഒക്കെ ആണെങ്കിലും ലൈക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതധികം പോയിട്ടില്ലായിരിക്കും. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് മേടിക്കാം. പിന്നെ ഇതുപോലെ ലൈക്ക് ഞാൻ ഈ പ്രൊഡക്റ്റ് മേടിക്കണമെന്നല്ല ഞാൻ കാണിക്കുന്നത്. ഇതുപോലെ ലൈക്ക് റെഡ്യൂസ്ഡ് പ്രൈസസിൽ കാണും. അപ്പോൾ അങ്ങനെ നോക്കി നിങ്ങൾ ഷോപ്പ് ചെയ്യാനും ഗുണമുണ്ട്. പിന്നെ ഞാൻ വേറൊരു ഇങ്ങനത്തെ ഐറ്റം ഞാൻ മേടിക്കില്ലാന്ന് പറയാൻ കാരണം ഞാൻ ഇങ്ങനത്തെ ഐറ്റത്തിൻ്റെ കണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ലൈക്ക് ഈ നോൺ വെജ് ഐറ്റംസ് മസാല ആയിട്ടുള്ളത് ചെയ്തു വെച്ചിരിക്കുന്നത് സംഭവം കേടായ സാധനം അതിൻ്റെ മണം മാസ്ക് ചെയ്യാനാണ് ഇവർ മസാല വെച്ച് സീസൺ ചെയ്ത് വെക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് കാര്യം ഉറപ്പൊന്നുമില്ല. സോ അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് മേടിക്കാറില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ട സമയം എത്തിയിരിക്കുകയാണ്. അതായത് നമ്മൾ അടുത്ത ആഴ്ചയിലേക്ക് എത്രത്തോളം സ്വാതന്ത്ര്യം അനുഭവിച്ച ഒരു കോഴിയുടെ മുട്ടയാണ് കഴിക്കേണ്ടതെന്ന്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് കേസ്ഡ് ആയിട്ടുള്ള കോഴികളുണ്ട്. ഫ്രീ റേഞ്ച് സ്വാതന്ത്ര്യം അനുഭവിച്ച് വളർന്നു വരുന്ന ഓർഗാനിക് ഫുഡ് കഴിച്ചിട്ടുള്ള കോഴികളുണ്ട്. സ്വാതന്ത്ര്യം അനുഭവിച്ച് പക്ഷേ ഓർഗാനിക് ഫുഡ് കിട്ടാത്ത കോഴികളുണ്ട്. അങ്ങനെ പല പല കോഴികളുടെ പല പല മുട്ടകളുണ്ട്. ഏത് മുട്ടയാണ് കഴിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷനാണ്. ആൻഡ് ഞങ്ങൾ സ്വാതന്ത്ര്യത്തിന് വില കൽപ്പിക്കുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വുമനാണ്. സോ വി ഓപ്റ്റ് ഫോർ ഫ്രീ റേഞ്ച് എഗ്സ്. സ്വാതന്ത്ര്യം അനുഭവിച്ച കോഴിയുടെ മുട്ട മാത്രം കഴിക്കുക. #സ്വാതന്ത്ര്യം അനുഭവിച്ച കോഴി. ഞാൻ എപ്പോഴും മേടിക്കുന്നൊരു എൽപ്പദാത്ത ചപ്പാത്തിയാണ്. ഇത് ഓൾറെഡി പ്രീ കുക്ക്ഡ് ആണ്. ഇത് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്താൽ മതി. ഞാനും എൻ്റെ ഫ്രണ്ട്സും യൂഷ്വലി മേടിക്കുന്ന ഒരു നല്ലൊരു ഇതാണ്. സോ ഇത് ആരെങ്കിലും ഇൻഫോർമേറ്റീവ് യൂസ്ഫുൾ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇത് കാണുന്നതെങ്കിൽ ദിസ് ഇസ് സംതിങ് വിച്ച് ഐ വുഡ് റെക്കമെൻഡ്. അവരുടെ കൊളാബ് കിട്ടിയിട്ടില്ല. ഇനി എൽപ്പദാത്തക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കൊളാബ് ചെയ്യും.
ഇനി നമുക്ക് അടുത്ത സംശയം, ഏത് പാല് വേണം, എത്ര അളവിലുള്ള പാല് വേണം? കാരണം നമ്മൾ ഒരാഴ്ചത്തേക്ക് ഉള്ള പാലാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ നമുക്ക് പല പല ക്വാളിറ്റിയിലുണ്ട്. ഇതാണ് ഏറ്റവും കൂടുതലുള്ള ക്വാണ്ടിറ്റി. പിന്നെ നമുക്ക് ഈ ഒരു സൈസിലുള്ള പാല് വരെ കിട്ടും. അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ഒരു സൈസിലുള്ള പാലും കിട്ടും. സോ നമുക്ക് പാലിൽ തന്നെ ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ പല വെറൈറ്റി കളേഴ്സ് ഉണ്ട്. നീലയുണ്ട്. നീല എന്ന് പറയുമ്പോൾ മോൾ മിൽക്കാണ്. പിന്നെ പച്ച എന്ന് പറയുമ്പോൾ സെമി സ്കിംഡ്. റെഡ് എന്ന് പറയുമ്പോൾ ഞാൻ മേടിക്കാറില്ല, അത് സ്കിംഡ് മിൽക്കാണ്. മോസ്റ്റ്ലി ഭയങ്കരമായിട്ട് വെള്ളം ചേർത്ത പാല്. ഇതിനും ഭേദം കക്കാൻ പോയിക്കൂടെ എന്ന് ദാസിനും വിജയനോടും ചോദിച്ചാൽ ആ ടൈപ്പ് പാലാണ് റെഡ് മിൽക്ക്. അങ്ങനെ. സോ നമ്മൾ പിന്നെ വേറെ ഓപ്ഷൻസ് എന്താന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ആൾക്കാർ വീഗനായിട്ടുള്ള ആൾക്കാരുണ്ട്. വീഗനായിട്ടുള്ള ആൾക്കാരും ലാക്ടോസ് ഇൻടോളറൻ്റ് ആയിട്ടുള്ള ആൾക്കാരും നമ്മൾ പശുവിൻ്റെ പാല് സാധാരണ കഴിക്കാറില്ല. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് ഓട്ട് മിൽക്ക് ഉണ്ട്, ആൽമണ്ട് മിൽക്ക് ഉണ്ട്, അങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് മിൽക്ക് ഉണ്ട്. ഇതൊന്നും എനിക്ക് നാട്ടിൽ വെച്ച് അറിയില്ലായിരുന്നു. ഇവിടെ വന്ന് ഞാൻ പാർട്ട് ടൈമിനായിട്ട് ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് നിന്നപ്പോഴാണ് ഇതൊക്കെ പഠിച്ചത്. നാട്ടിലെ ചിപ്സ്, നാട്ടിലെ കപ്പ ചിപ്സ്. ഇതുപോലെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് ഏറ്റവും നന്നായിട്ട് വാങ്ങിക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് ഫ്രോസൺ ഐറ്റംസ്. സോ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ മിക്സഡ് വെജിറ്റബിളിൻ്റെ ഫ്രോസൺ ആയിട്ട് കിട്ടും. പിന്നെ സെയിൻസ്ബറി മേടിക്കുമ്പോൾ എപ്പോഴും ഈ ഒരു ബ്രാൻഡ് നോക്കുക, സ്റ്റാൻഫോർഡ് സ്ട്രീറ്റ് പോ. ഇതെന്ന് പറയുന്നത് സെയിൻസ്ബറിയുടെ ബ്രാൻഡാണ്. ഇതെപ്പോഴും ചീപ്പായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഫ്രോസൺ എടുക്കുമ്പോഴത്തേക്കും ഇതെടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇത് ആക്ച്വലി നല്ല ഓപ്ഷനാണ്. ഇപ്പോൾ മാഗി അങ്ങനത്തെ ഇത് ഉണ്ടാക്കുമ്പോൾ ഇത് നല്ല ഓപ്ഷനാണ്. അതുപോലെ നമുക്ക് സ്വീറ്റ് കോൺ ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്, പിന്നെ ഓണിയൻസ്, സ്റ്റിർ ഫ്രൈഡ്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വെജീസിൻ്റെ സെക്ഷനും എല്ലാം ഇവിടെ ഉണ്ട്. സോ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ വെജിറ്റബിൾ ഐറ്റംസ്, ഒറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിൽ അങ്ങനെ വെജിറ്റബിൾ ആയിട്ട് മേടിക്കുന്നതിനും ഇങ്ങനെ ഫ്രോസൺ ഐറ്റംസ് മേടിക്കുന്നതായിരിക്കും നല്ലത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന, അല്ലെങ്കിൽ ഇനിയിപ്പോൾ പോട്ടെ നിങ്ങൾ ഫാമിലി ആയിട്ടാണ് കുറേ പേരായിട്ടാണ് താമസിക്കുന്നതെങ്കിലും എങ്ങനെയുള്ളവർക്കാണെങ്കിലും എനിക്ക് സെയിൽസ്ബറി വന്നിട്ട് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള തോന്നിയ സാധനങ്ങളാണ് ഇങ്ങനെ ഫ്രോസൺ നോൺ വെജ് ഐറ്റംസ്. ഇവിടെ നമുക്ക് ഫ്രോസൺ ഇത് കിട്ടും, പ്രോൺസ് കിട്ടും, പിന്നെ ലാമ്പ് അങ്ങനത്തെ ചോപ്സിൻ്റെ സാധനങ്ങൾ കിട്ടും. എസ്പെഷ്യലി ഞാൻ സ്ഥിരമായിട്ട് മേടിക്കുന്ന ഒരു സംഭവമാണ് ഈ ഫ്രോസൺ ഫിലെ. ഇതൊരു 4 എണ്ണം കിട്ടും. ഒരു 4 പൗണ്ട്സ് വരുന്നുള്ളൂ. എനിക്കപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇതിനൊക്കെ കുറച്ചും കൂടെ നാളെ ഷെൽഫ് ലൈഫ് ഉണ്ടാക്കും. പിന്നെ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാണിക്കാനുള്ളത്, നമുക്ക് ചിക്കൻ്റെ പോർഷൻ പീസസ് ഉണ്ട്. അതായത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ചിക്കൻ ബ്രസ്റ്റിൻ്റെ പീസസ് ഉണ്ട്, പിന്നെ ചിക്കൻ ഡ്രം സ്റ്റിക്കിൻ്റെ ഉണ്ട്, പിന്നെ നമുക്ക് ചിക്കൻ പിന്നെ നമുക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ പീസും ഉണ്ട്. സോ ഇങ്ങനത്തെ മേടിക്കാൻ നമുക്ക് 2 കിലോ ആണ്. ജസ്റ്റ് ഒരു 4 പൗണ്ട്സ് വരുന്നുള്ളൂ. അത്യാവശ്യം 4 ഷെൽഫ് ലൈഫും ഉണ്ട്. നമുക്കിങ്ങനെ ഒറ്റയ്ക്കൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ ഞാൻ കൂടുതലും മേടിക്കുന്നത് ഇങ്ങനത്തെ ഓപ്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ സെയിൽസ്ബറി വരുന്നത് ഇങ്ങനത്തെ, എനിക്ക് എൻ്റെ കുറേ ദിവസം ഇത് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയാണ്. സോ നിങ്ങൾക്ക് സെയിൽസ്ബറിയാണ് വരുന്നത്, ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കാണുകയാണെങ്കിൽ ഇതൊരു ഞാനിപ്പോൾ 1-2 വർഷമായിട്ട് ഇത് കഴിക്കുന്നുണ്ട്. എനിക്ക് ഇതുവരെയൊന്നും പറ്റിയിട്ടില്ല. സോ ഐ ഹൈലി റെക്കമെൻഡ് സെയിൽസ്ബറി കൊളാബ്. നിങ്ങൾക്കിപ്പോൾ എന്നെപ്പോലെ നാട്ടിലെ ഫുഡ് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ഫ്രോസൺ ഓപ്ഷൻസ് ആണ്. കപ്പ, പിന്നെ ഇത് പാവയ്ക്ക മുറിച്ചത്, വെണ്ടയ്ക്ക, ഇങ്ങനത്തെ കുറേ ഫ്രോസൺ ഓപ്ഷൻസ് കിട്ടും. അതുപോലെ ഇപ്പം ഇവിടെ നമുക്ക് സമൂസ ഓപ്ഷൻസ് കിട്ടാറുണ്ട് ഫ്രോസൺ. നമ്മൾ സെയിൽസ്ബറിയിൽ ഷോപ്പിങ്ങിന് വന്നിരിക്കാം. ഇങ്ങനെ അല്പത്തരം പറയും. അത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയൊരു സംഭവമാണ്. മീൽ ഡീലുണ്ട്. മീൽ ഡീൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മീനും കിട്ടും, ഒരു സ്നാക്കും കിട്ടും, ഒരു ഡ്രിങ്കും കിട്ടും. അതായത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഒരു സാൻഡ്വിച്ചോ ഒരു പാസ്റ്റയോ, പിന്നെ അതിൻ്റെ ഒരു ഡ്രിങ്കും പെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ക്രിസ്പ് എന്ന് പറയുമ്പോൾ നാട്ടിൽ നമ്മൾ ചിപ്സ് ലേസ് അങ്ങനത്തെ ഇതൊക്കെ മേടിക്കത്തില്ല, അതുപോലെ ഇത് പെയർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ യൂഷ്വലി ഈ ഓഫീസിൽ പോകുന്ന ഒട്ടുമിക്ക പേരും ലഞ്ചിനൊക്കെ പ്രിഫർ ചെയ്യുന്ന മീൽ ഡീലാണ്. മീൽ ഡീലിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 3 അല്ലെങ്കിൽ 4 സംതിങ് പൗണ്ട്സാണ് വരുന്നത്. സോ 3 അല്ലെങ്കിൽ 4 സംതിങ് പൗണ്ട്സിന് നമുക്കൊരു മെയിൻ ഫുഡും കിട്ടും, അതിൻ്റെ കൂടെ ഒരു ഡ്രിങ്കും ഒരു സ്നാക്ക് ഐറ്റവും കിട്ടും. സോ ഇറ്റ്സ് റിയലി വർത്ത് ഇറ്റ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ട്രൈ ഇത് UK വരുമ്പോൾ നിങ്ങൾക്ക് ലഞ്ചസിന് ഇത്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ ലഞ്ചസിന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് മീൽ ഡീൽസ്. എല്ലാ പേയ്മെൻറ്റും ഈ ഒരു ഇതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഹാൻഡ് സെറ്റിനകത്ത്. സോ ഇവിടെ വന്ന് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ പേയ്മെൻറ്റും അങ്ങോട്ട് റെക്കോർഡഡ് ആവും. സോ ഇനി നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുക ആൻഡ് നമ്മൾ പേ ചെയ്യുക. പിന്നെ നമുക്ക് ബാഗിൻ്റെ ആവശ്യമില്ല. ബാഗിന് നമ്മൾ 10p എക്സ്ട്രാ പേ ചെയ്യണം. നമ്മൾ ബാഗിൽ കൊണ്ടുവന്നുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. സോ വി ക്യാൻ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കഴിഞ്ഞു. പിന്നെ ഈ സെയിൽസ്ബറിയിൽ നമ്മൾ ബില്ല് കിട്ടിയാൽ സൂക്ഷിക്കണം. എന്തിനാണെന്നറിയുമോ?
ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഹാൻഡ്സെറ്റ് നമ്മൾ പിടിച്ചു വെച്ചു ഗൈസ്. അപ്പം ഗീവവേയുടെ കാര്യം മറക്കണ്ട, കമൻറ്റ് ചെയ്യും. എൻ്റെ 20 സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ഗീവവേക്ക് കാർഡ് കൊടുക്കുന്നതായിരിക്കും. സോ ഡു കമൻറ്റ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെന്റ്. ബൈ സെല്ലോ. അപ്പോൾ ഇനി അടുത്ത അടിപൊളി ബ്ലോഗ് കാണാം.